നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്ഫോളിയോ. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മുടിയുടെ കാര്യത്തിലാണെങ്കിലും ഇനി വണ്ണം കുറയ്ക്കണമെങ്കിലും ഒക്കെ ഗുണങ്ങൾ കൊണ്ട് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ എല്ലാ അടുക്കളയിലുള്ള ഉലുവ അഥവാ ഫെനുഗ്രീക്ക് അല്ലെ. നമ്മുടെ ബോഡിയുടെ പ്രവർത്തനത്തിന് നമുക്ക് ഒരുപാട് വൈറ്റമിൻസും ധാതുക്കളും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇതിന് നല്ലൊരു ഉറവിടമാണ് ഉലുവ. ഉലുവയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ്, ഫോളിക് ആസിഡ്, അതുപോലെ വൈറ്റമിൻ എ, സി, ഫൈബർ കണ്ടന്റ്, ഇതെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ മാലിന്യങ്ങളൊക്കെ പുറന്തള്ളി നമ്മുടെ അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ ഒഴിവാക്കാൻ ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ട്രഡീഷണൽ മെഡിസിൻ ആയിട്ടും ഈ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഉലുവ നിത്യം കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഉലുവയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ആൻഡ് ഫൈബേഴ്സ് ഉണ്ടെന്ന്. ഇത് നമ്മളെ ബോഡിയിലുള്ള മാലിന്യങ്ങളൊക്കെ പുറന്തള്ളുന്നതിനും അമിതമായി അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് പുറത്ത് കളയാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കുന്നതിൽ ഉലുവയ്ക്ക് നല്ലൊരു റോളുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ടെന്ന്. അപ്പം ഇത് പിന്നെ നമ്മൾ ഫുഡിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനല്ല, ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിൽ ഉലുവയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഇത് ഉപയോഗിക്കുമ്പോൾ, മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ. കാരണം പെട്ടെന്ന് തന്നെ അതിലൊരു ആക്ഷൻ ഉണ്ടാക്കാൻ ഈ ഉലുവയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഉലുവ കഴിക്കാൻ ആരും തന്നെ നിൽക്കരുത്. അതുപോലെ തന്നെ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വയറുവേദന, അതുപോലെ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് പറയും. ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ ഉലുവ വളരെയധികം സഹായിക്കുന്നുണ്ട്. കാരണം ഉലുവയിൽ ഈസ്ട്രോജൻ പോലെയുള്ള ഹോർമോൺസ് വളരെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ ഉലുവ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഈ പാലൂട്ടുന്ന അമ്മമാർക്ക് പാല് കുറയുന്ന സമയത്തും ഉലുവ വെള്ളം കുടിക്കുന്നത് പാല് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പണ്ടുള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. പിന്നെ ചർമ്മ സംരക്ഷണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സൗന്ദര്യം എന്ന് പറയുമ്പോൾ. അപ്പം ചർമ്മ സംരക്ഷണത്തിന് ഉലുവ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം നമ്മൾ പറഞ്ഞു ഇതിൽ വൈറ്റമിൻ സി, കെ, ഇതൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ നിറം കാത്തു സൂക്ഷിക്കാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ മായ്ക്കാനും ഒക്കെ ഈ ഉലുവ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഈ ഉലുവയ്ക്ക് ഉണ്ടെങ്കിലും ഇതെല്ലാവരും എപ്പോഴും കഴിക്കാവോ. നമ്മൾ നിത്യേന കഴിക്കുന്നത് കൊണ്ട് നിത്യേന വെറും വയറ്റിൽ ഈ ഉലുവയിട്ട വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ ഒരിക്കലും ഈ ഉലുവ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഉലുവയ്ക്കും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഉലുവ ഡെയിലി കഴിക്കുമ്പോൾ. നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു ഉലുവ എപ്പോഴും ദഹനത്തെ നന്നാക്കി നിർത്തുന്നു, നമ്മുടെ മെറ്റബോളിസം കൂട്ടുന്നു എന്നൊക്കെ. എന്നാൽ ചില ആളുകളിൽ ഇത് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കി ദഹനം വളരെ മോശമാക്കിയിട്ട് ഛർദി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഡയബറ്റീസിനെ കുറയ്ക്കാൻ ഈ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ പിന്നെ ഷുഗർ പേഷ്യൻസ്, മരുന്ന് കഴിക്കുന്നവരൊക്കെ ഈ ഉലുവ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലോ ആയിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവരൊന്നും ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും ഉലുവ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യരുത്. പിന്നെ ഈ ബ്ലഡ് തിന്നേഴ്സ്, നമ്മൾ ബ്ലോക്കൊക്കെ വന്നിട്ടുള്ളവർ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആളുകളിൽ ഈ ഉലുവ കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിന്റെ ആക്ഷൻ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നതിന് ഈ ഉലുവ കാരണമാകുന്നുണ്ട്. പിന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് പ്രസവം അടുത്തിരിക്കുന്ന സമയത്തൊക്കെ ഉലുവ കഴിക്കുമ്പോൾ പിന്നെ പ്രസവം നേരത്തെ ആക്കാനും പ്രിമച്ചർ ലേബറിന് ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉലുവ കഴിക്കുമ്പോൾ നിങ്ങൾ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കരുത്. നമ്മൾ പറഞ്ഞതുപോലെ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഡെയിലി
കഴിക്കുന്നത് നല്ലതാണ്. ഉലുവ പല രീതിയിൽ നമുക്ക് കഴിക്കാം. നമുക്ക് ഫുഡിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാം, പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം, തിളപ്പിച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഉലുവയുടെ ലീഫ്, സീഡ്, ഉലുവ പൊടി, ഉലുവ സപ്ലിമെന്റ് വരെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല രീതിയിൽ ഉപയോഗിക്കാമെങ്കിലും 1/2 ടേബിൾ സ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി ചെറു ചൂടോടെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.